ഹലോ ഗായ്സ്, വെൽക്കം ടു ഹിസ്റ്റോറിയ. നമ്മുടെ കേരളത്തിൽ നിരവധി ഐതിഹ്യങ്ങളും കഥകളും കെട്ടുകഥകളുമെല്ലാം പ്രചാരത്തിലുണ്ട്. അവയിലേറെ പ്രശസ്തമായ ഒരു കഥയാണ് ഇരുട്ടിൽ ഭയപ്പെടുത്തി കൊലപ്പെടുത്തുന്ന മാന്ത്രികജാലക്കാരനായ ഒടിയന്റെ കഥ. ആരാണ് ഒടിയൻ? ഇത് വെറും കെട്ടുകഥയാണോ അതോ യാഥാർത്ഥ്യമോ? എന്താണ് ഒടിയന്റെ ചരിത്രം? അതിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. 1950-60 കാലഘട്ടത്തിൽ വടക്കൻ കേരളത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ മിത്ത് നിലനിന്നിരുന്നത്. ആ കാലഘട്ടത്തിൽ ചാതുർവർണ്ണ്യം അഥവാ ജാതി വ്യവസ്ഥ പ്രബലമായിരുന്നു കേരളത്തിൽ. ഒരു കാർഷിക കുടുംബമായി ജീവിച്ചിരുന്ന കേരളത്തിലെ കുടുംബങ്ങളിൽ തർക്കങ്ങളും കുടുംബകലഹങ്ങളും പതിവായിരുന്നു. പലപ്പോഴും അത്തരം കലഹങ്ങൾ കൊലപാതകത്തിൽ വരെ കലാശിക്കുമായിരുന്നു. കൂടാതെ അന്ന് ജന്മിമാർ കീഴാളരിലെ സ്ത്രീജനങ്ങളെയും അവരുടെ കുടുംബത്തെയും വളരെയേറെ പീഡിപ്പിച്ചിരുന്നു. ഭയം നിമിത്തവും അവരെ എതിർക്കാനുള്ള കെൽപ്പില്ലായ്മയും കാരണം അവർ നേരിടുന്ന അപമാനങ്ങളും പീഡനങ്ങളും നിശബ്ദമായി സഹിച്ചു പോന്നു. ഈ സാഹചര്യത്തിലാണ് ഒടിയൻ എന്ന മാന്ത്രികൻ ഉടലെടുക്കുന്നത്. ഒടിയന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള കഥ ഇങ്ങനെയാണ്. മേലാളരിൽ നിന്നും ഉപദ്രവം സഹിച്ച ഒരു കീഴാളൻ ഈ സാഹചര്യത്തിനൊരു മാറ്റം വരുത്താൻ തീരുമാനിച്ചു. അങ്ങനെ അയാൾ മണ്ണു കുഴച്ച് പാകപ്പെടുത്തി ഒരു ബിംബത്തെ ഉണ്ടാക്കുകയും ആ ബിംബത്തെ അഗ്നിയിലിട്ട് കരിച്ചെടുക്കുകയും ചെയ്തു. ഈ രൂപം പിന്നീട് കരിങ്കുട്ടി എന്ന പേരിൽ അറിയപ്പെട്ടു. തുടർന്ന് അയാൾ ആ ബിംബത്തെ പൂജിക്കാൻ തുടങ്ങി. അതോടെ ഒരിക്കൽ കരിങ്കുട്ടി എന്ന ഉപാസനാമൂർത്തി അയാൾക്കു മുൻപിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. തന്നെ ദ്രോഹിക്കുന്നവരെ ഉന്മൂലനം ചെയ്യാനുള്ള ശക്തി തരുവാൻ അയാൾ ആ മൂർത്തിയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ തന്റെ ഭക്തന്റെ ആഗ്രഹപ്രകാരം തങ്ങളെ ദ്രോഹിക്കുന്നവനു മുൻപിൽ ആഗ്രഹിക്കുന്ന ജീവിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവരെ നശീകരിക്കാനുള്ള ഒരു മരുന്ന് കരിങ്കുട്ടി അയാൾക്ക് പറഞ്ഞു കൊടുത്തു. എന്നാൽ അതത്ര എളുപ്പമായിരുന്നില്ല. എങ്കിലും എത്ര പ്രയാസപ്പെട്ടും അയാൾ ആ മരുന്ന് ഉണ്ടാക്കിയെടുക്കാൻ തീരുമാനിച്ചു. അതിനു ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ആവശ്യമുണ്ടായിരുന്നു. ആ ഭ്രൂണത്തിൽ നിന്നായിരുന്നു മാന്ത്രിക വിദ്യയ്ക്കുള്ള മരുന്ന് ഉണ്ടാക്കേണ്ടത്. അങ്ങനെ അയാൾ ഒരു ഗർഭിണിയെ കണ്ടെത്തുകയും തന്റെ മന്ത്രതന്ത്രങ്ങളിലൂടെ ആ സ്ത്രീയെ മയക്കി തന്റെ അടുത്തെത്തിച്ച് ഭ്രൂണമെടുത്ത് മരുന്നുണ്ടാക്കുകയും ചെയ്തു. പിന്നീട് ആ മരുന്ന് അയാൾ ദേഹത്ത് തേച്ച് ഏകനായി ഇരുട്ടിൽ പോയി ഉപാസിക്കുകയും ചെയ്തതോടെ പല രൂപങ്ങളിൽ മാറുവാനുള്ള ശക്തി ലഭിക്കുകയും ചെയ്തു എന്നാണ് കഥ. തുടർന്ന് ഒടിയൻ തന്റെ ശത്രുക്കളെയെല്ലാം ഭയപ്പെടുത്തി കൊലപ്പെടുത്തുകയും ചെയ്തു. അതോടെ മാന്ത്രികജാലക്കാരനായ ഒടിയന്റെ കഥകൾ കേരളത്തിലെങ്ങും പ്രചരിക്കാൻ തുടങ്ങി. എന്നാൽ ഒടിയന്റെ ഇതിഹാസങ്ങൾ ഓരോ സ്ഥലത്തും വ്യത്യസ്തമാണെങ്കിലും അടിസ്ഥാനപരമായി അവ ഒരേ സ്വഭാവം വെച്ചു പുലർത്തുന്നവയാണ്. ഒടിയൻ മാന്ത്രികനാണെന്നും രൂപം മാറ്റാൻ വരെ കഴിയുമെന്നും അമാനുഷികമായ പല ശക്തികളും ഉണ്ടെന്നും പറയപ്പെടുന്നു. എല്ലാത്തരം രാക്ഷസന്മാരും ആത്മാക്കളും നിറഞ്ഞ ഐതിഹ്യങ്ങൾ കേരളത്തിലുണ്ടെങ്കിലും ഒടിയൻ അതിൽ നിന്നെല്ലാം വേറിട്ടു നിൽക്കുന്നത് ഇന്നും ആളുകളുടെ മനസ്സിൽ കുത്തിവെക്കുന്ന ഭീകരത കൊണ്ടാണ്. ഒടിയന്റെ ഇതിഹാസം പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുണ്ടായിരുന്നത്. ഒടിയൻ കൂടുതൽ പ്രചരിച്ചതോടെ ഒരു കരാറ് പോലെയും ഒടിവിദ്യ നടത്തിപ്പോന്നിരുന്നു. ഒടിവിദ്യ നടത്താനായി ഒരു ഗർഭിണിയായ സ്ത്രീയെ മുൻകൂട്ടി കണ്ടുവച്ച ശേഷം രാത്രിയിൽ ഒടിയനാകാൻ പോകുന്നയാൾ പല മന്ത്രതന്ത്രങ്ങളും ഉരുവിടും. അതോടെ ആ ഗർഭിണിയായ സ്ത്രീ ഉറക്കത്തിൽ സ്വബോധമില്ലാതെ അയാളുടെ അടുത്തെത്തുന്നു. തുടർന്ന് ഒടിയൻ സ്ത്രീയുടെ വയറ്റിലെ ഭ്രൂണത്തെ പുറത്തെടുക്കുകയും കുഞ്ഞ് മരണപ്പെടുകയും ചെയ്യും. ഈ ഭ്രൂണത്താലാണ് മാന്ത്രിക വിദ്യയ്ക്കുള്ള എണ്ണ ഉണ്ടാക്കുന്നതെന്നാണ് ഐതിഹ്യം. തുടർന്ന് അത് ചെവിയുടെ പിൻഭാഗത്ത് അഭിഷേകം ചെയ്യുന്നു. ഇതാണ് ഒടിയന് രൂപം മാറ്റാനുള്ള കഴിവ് നൽകുന്നതെന്നാണ് വിശ്വാസം. ആ സ്ത്രീ പിന്നീട് തിരികെ തന്റെ മുറിയിലേക്ക് പോകുകയും അടുത്ത ദിവസം യാതൊരു മുറിവുകളും കൂടാതെ മരണപ്പെടുകയും ചെയ്യുന്നു. മാത്രമല്ല, ഒടിയൻ രൂപം മാറുന്നതിനു മുൻപ് ഒരു പ്രത്യേക വടി മുറിക്കുന്ന ചില ചടങ്ങുകൾ നടത്തുന്നു. ഒടിക്കുക എന്ന വാക്കിൽ നിന്നാണ് ഒടിയൻ എന്ന പേരു ലഭിച്ചത്. സാധാരണയായി ഒരു കാള, പശുക്കിടാവ്, നായ, പൂച്ച തുടങ്ങിയ രൂപങ്ങളിലായിരിക്കും ഒടിയൻ പ്രത്യക്ഷപ്പെടുന്നത്. ഈ മൃഗങ്ങൾക്കെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങൾ ഉള്ളവരായിരിക്കും. അതിനാൽ തന്നെ ഇരയ്ക്ക് ഒടിയനെ പെട്ടെന്ന് മനസ്സിലാക്കാനും ഭയപ്പെടാനും സാധിക്കുന്നു. ആ ഭയത്തോടു കൂടി തന്നെ ഇര കൊല്ലപ്പെടുകയും ചെയ്യുന്നു. പൊതുവെ 3 തരത്തിലാണ് ഒടിയൻ കൊലപ്പെടുത്തുന്നതെന്ന് പറയപ്പെടുന്നു. ഒന്ന് സ്പർശനത്തിലൂടെയും മറ്റൊന്ന് ആയുധത്തിലൂടെയുമാണെങ്കിൽ മൂന്നാമത്തേത് ഭയത്തിലൂടെയാണ്. ഇര ഭയം മൂലം മരണപ്പെടുന്നതാണ് ഇതിൽ ഏറ്റവും ഭീകരമായ മരണം. ഗതാഗത സൗകര്യവും വൈദ്യുതിയുമില്ലാതിരുന്ന ആ കാലഘട്ടത്ത്
മിക്കവരുടെയും രാത്രിയാത്രകൾ വെളിച്ചമില്ലാത്ത ഇരുട്ടുപിടിച്ച വനത്തിലൂടെയായിരുന്നു. അതിനാൽ തന്നെ ആ സമയത്ത് 3 കാലുള്ള മുറിവേറ്റ മുഖത്തോടു കൂടിയ ഒരു കാള നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടാൽ തീർച്ചയായും ഭയം നമ്മെ കാർന്നു തിന്നും. ആ ഭയത്തോടെ നാം മരണത്തിനു കീഴടങ്ങുകയും ചെയ്യും. എന്നാൽ അസാമാന്യ ധൈര്യമുള്ളവർ ഒടിയന്റെ മുന്നിലകപ്പെട്ടാൽ തിരിഞ്ഞോടുകയോ ഭയപ്പെടുകയോ ചെയ്യാറില്ല. ഒടിയനെ എതിരിടാനായി അവർ തങ്ങളുടെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു പരിപൂർണ നഗ്നനായി ഒടിയനെ വലം വയ്ക്കുകയും കളം വരച്ച് മുഖത്തടിക്കുകയും ചെയ്യും. അതോടെ ഒടിയൻ സ്വരൂപത്തിലാകുമെന്നും പറയപ്പെടുന്നു. അങ്ങനെ പോകുന്നു ഒടിയന്റെ മാന്ത്രിക കഥകൾ. ഒടിയന്റെ മായാജാലത്തെക്കുറിച്ചുള്ള ഒട്ടനവധി കഥകൾ കേരളത്തിൽ പ്രചാരത്തിലുണ്ടെങ്കിലും ഒടിയൻ ഒരു യാഥാർത്ഥ്യമല്ലെന്നും അന്നത്തെ ജാതി വ്യവസ്ഥയിൽ ആളുകൾ തങ്ങളുടെ ശത്രുക്കളെ ഭയപ്പെടുത്താനും കൊലപ്പെടുത്താനുമായി മൃഗത്തോൽ ധരിച്ച് നടത്തിയിരുന്ന ഒരു നാടകമായിരുന്നു ഇതെല്ലാമെന്നും ഒരു കൂട്ടർ വാദിക്കുന്നു. എന്നാൽ ഒടിയൻ ഒരു യാഥാർത്ഥ്യമാണെന്നും കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു മാന്ത്രിക വിദ്യയാണെന്നും ഇന്നും ചില ആളുകൾ വിശ്വസിച്ചു പോരുന്നു. ഒടിയൻ ഒരു യാഥാർത്ഥ്യമാണെങ്കിലും മറിച്ച് ഒരു കെട്ടുകഥയാണെങ്കിലും ഇന്നും ആളുകളുടെ മനസ്സിൽ അതൊരു പേടിസ്വപ്നമായി തന്നെ നിലനിൽക്കുന്നു.